മാർട്ടിന ചാൾസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനൊരു വയലിനിസ്റ്റാണ്. ലണ്ടൻ ട്രിനിറ്റി കോളേജിൻ്റെ PG ലെവലുള്ള ഫെലോഷിപ്പ് നേടിയ ഇന്ത്യയിലത്തെ ഏറ്റവും പ്രായം കുറഞ്ഞതും കേരളത്തിലെ ആദ്യത്തേതുമായ വയലിനിസ്റ്റാണ് ഞാൻ. ഇനി എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയാം. എൻ്റെ വീട്ടിൽ അപ്പയും അമ്മയും പിന്നെ ഞാനാണ് ഉള്ളത്. ഇത് ഞങ്ങളുടെ മോള് മാർട്ടിന ചാൾസ്. മോള് വെസ്റ്റേൺ ക്ലാസിക്കലാണ് പഠിക്കുന്നത്. ലണ്ടൻ ട്രിനിറ്റി കോളേജിൻ്റെ വെസ്റ്റേൺ ക്ലാസിക്കൽ. അതിൽ 8 ഗ്രേഡുകളും 3 ഡിപ്ലോമയാണുള്ളത്. ദൈവാനുഗ്രഹം കൊണ്ട് മോൾക്ക് ഈ 8 ഗ്രേഡുകളും 3 ഡിപ്ലോമയും പാസ്സാകാൻ പറ്റി. കേരളത്തിലെ ആദ്യത്തെ ആളാണ് മോള്. എല്ലാം ഡിസ്റ്റിങ്ഷൻ മാർക്കോടെയും പാസ്സാകാൻ പറ്റി ദൈവാനുഗ്രഹം കൊണ്ട്. എൻ്റെ പേര് ചാൾസ് ദേവസ്യ. ഇത് എൻ്റെ വൈഫ് ഷൈനി. കണ്ണൂരായിരുന്നു താമസം. ഇപ്പോൾ മോളുടെ പഠനത്തിനായിട്ട് തൃശ്ശൂർ വിയ്യൂർ ഇടവകയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പെരിങ്ങാവെന്നാണ് സ്ഥലപ്പേര്. ഞാൻ കീബോർഡിസ്റ്റാണ്. ഞാൻ 8ാം ക്ലാസ് മുതൽ കീബോർഡ് വായിക്കാൻ പോകുന്നു. കൂടുതലും പള്ളിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ചെറുപ്പം മുതലേ തലശ്ശേരി രൂപതയിലെ കുറേ അച്ഛന്മാരുടെ കൂടെയായിരുന്നു ധ്യാനവും പട്ടങ്ങളും കൊയറുകളും ഒക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. 2009 ദൈവം ഞങ്ങൾക്ക് മോളെ തന്നത്. മോള് ജനിച്ച് ഒരു 6 മാസമായപ്പം ഞാൻ ഈ പാട്ടുകൾ സീക്വൻസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് പല ടോണുകളിട്ട് നമ്മൾ സീക്വൻസ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ വയലിൻ്റെ ടോണ് വന്നു കഴിയുമ്പം മോള് പ്രത്യേകിച്ചൊരു കുറച്ചൊരു ഇഷ്ടം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ ഷൈനി എൻ്റെ കൂടെ പറയുന്നുണ്ട്, ഇതാ വയലിൻ്റെ ടോണ് വരുമ്പോൾ ഇതാ മോള് തിരിഞ്ഞു നോക്കുന്നു, അതിനൊരു പ്രത്യേക ഇഷ്ടം കാണിക്കുന്നു. മോള് ജനിച്ച് 6 മാസമായപ്പോൾ അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഇപ്പം മ്യൂസിക്കിന് ഇഷ്ടമായിരിക്കും, അങ്ങനെ ആയിരിക്കുന്നു. പിന്നെ ഈ കൊയറിന് പോകുമ്പം എപ്പോഴും പള്ളിയിൽ അവൾ ഷൈനിയുടെ കൂടെ ഇങ്ങനെ പള്ളിയിൽ കിടത്തി മോള് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ. ഈ വയലിൻ്റെ ടോണ് വരുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ 7 വയസ്സായപ്പോഴത്തേനെ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോള് എന്നോട് പറഞ്ഞ് വയലിൻ പഠിക്കുമെന്ന്. കാര്യം ഇനിയിപ്പം മാർട്ടിനെ പറയും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 7ാം വയസ്സിൽ എനിക്ക് അതിന് മുമ്പേ തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു വയലിൻ. അന്നേരം 7ാം വയസ്സായപ്പോൾ ഞാനപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വയലിൻ പഠിക്കണം എന്ന്. അങ്ങനെ അപ്പോൾ എൻ്റെ ആദ്യത്തെ ഗുരുവായ ഫിലിപ്പ് ഫെർണാണ്ടസ് മാഷ് കണ്ണൂരുള്ളതാണ്. മാഷിനടുത്ത് തന്നെ പഠിക്കാൻ പറ്റും. പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേരം ഉദ്ദേശിച്ചു എന്ന് വെച്ചാൽ നമുക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ പഠിച്ചാലാണ് നമുക്ക് എല്ലാ സ്കോറുകളും വായിക്കാനും അങ്ങനെയൊക്കെ പറ്റും. ഈസ്റ്റേൺ നല്ലതാണ്, അതിന് 2 ടൈപ്പാണ്. അന്നത്തെ കാലഘട്ടം 5 മണിക്കൂർ നേരം വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു തുടങ്ങുമ്പം തന്നെ. വയലിൻ പഠനം എല്ലാവർക്കും അറിയാലോ, വയലിന് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഉപകരണമാണ്. തന്നെയല്ല ഈ വയലിൻ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ സൗണ്ട് ഇത്രയും മോശമായൊരു സൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. ഇപ്പോൾ കീബോർഡൊക്കെ ആണെങ്കിൽ അതിൻ്റെ സി ഞെക്കിയാൽ സൗണ്ടായി, വേറെ ഒന്നും ചിന്തിക്കാനില്ല. വയലിൻ പക്ഷേ അങ്ങനെയല്ലല്ലോ. ശരിക്കും വയലിൻ എന്ന് പറഞ്ഞാൽ അത് തമ്പുരാൻ തൊഴാണ്ട് ഈ സാധനം വായിക്കാനാകൂല. നമുക്കിനി ഒരു സോങ് വയലിൻ പ്ലേ ചെയ്താലോ? ഏതാ വായിക്കുന്നേ? അതടിപൊളി, അത് ചെയ്യാം. പക്ഷെ അപ്പൊ എനിക്ക് അക്കമ്പനി ചെയ്ത് അതിനിപ്പോ എന്നാ, നമുക്ക് ചെയ്യാലോ.
ഇപ്പോൾ നമ്മൾ ഒരു സോങ് പ്ലേ ചെയ്യുന്നതാണ് കേട്ടത്. ഞാൻ അതിനെ അക്കമ്പനി ചെയ്യുകയത്. ഇത് ഒരു സാധാ സോങ്ങാണ്. മാർട്ടിനെ അപേക്ഷിച്ച് മാർട്ടിനെ ശരിക്കും കൺസേർട്ടിനാണ് വായിക്കുന്നത്. ഇങ്ങനെ സാധാ പാട്ടിന് വായിക്കാൻ ഞാനാണെങ്കിലും മതി അക്കമ്പനി, എനിക്കതിനേ പറ്റുള്ളൂ. കൺസേർട്ടിന് പ്ലേ ചെയ്യുക എന്ന് പറയുന്നത് അത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ വേണം. അതിന് പ്രത്യേകം തന്നെ പഠിക്കണം. അങ്ങനെ ലോകത്തെ പ്രഗത്ഭരുടെ കൂടെയാണ് മാർട്ടിനെ ചെയ്യുന്നത്. ഇനി അതിനെക്കുറിച്ച് മാർട്ടിനെ പറയും. ഇപ്പം ഞാൻ സോങ്സ് പ്ലേ ചെയ്തു. എനിക്ക് സോങ്സ് പ്ലേ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ ഞാൻ പഠിക്കുന്ന വെസ്റ്റേൺ ക്ലാസിക്കൽ, അത് നല്ല ഡിഫിക്കൽട്ടാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. പിന്നെ ഞാൻ ഡൽഹിയിലും ചെന്നൈയിലും സൗത്ത് ഏഷ്യൻ സിംഫണി ഓർക്കസ്ട്രയിൽ എനിക്ക് വായിക്കാൻ അവസരം കിട്ടി, ദൈവാനുഗ്രഹം കൊണ്ട്. അതിനകത്തെ 70 ആർട്ടിസ്റ്റ് ഉണ്ട്. അതും 11 രാജ്യങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മ്യൂസീഷ്യൻസാണ്. അവിടെ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ക്ലാസിക്കൽ. അത് വേൾഡിലെ പ്രശസ്ത കമ്പോസേഴ്സ്, ബീത്തോവൻ, മെൻഡൽസൺ, അങ്ങനെ കുറേ പേരുണ്ട്. അവരുടെ ഓരോ വർക്ക്സ് നമ്മൾ മ്യൂസീഷ്യൻസ് വായിക്കും. അത് ഏറ്റവും ഡിഫിക്കൽട്ടാണ്. ആ ഓർക്കസ്ട്രയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വയലിനിസ്റ്റായിട്ട് എനിക്ക് നിൽക്കാൻ അവസരം കിട്ടി. അത് ദൈവത്തിനോട് ഞാൻ അത്ര നന്ദി പറയുന്നു. എന്നാൽ കുഞ്ഞാവേ, നമുക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ ഒരു പീസസ് വായിച്ചാലോ? ഓക്കെ അപ്പം. ഇപ്പം ഞാൻ വായിച്ച പീസ് ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്ത കമ്പോസറും വയലിനിസ്റ്റുമായ ക്രൈസ്ലറുടെ ഡാൻസേഴ്സ് പെഗ്നോള എന്ന് പറഞ്ഞ പീസാണ്. ഇതേപോലെ തന്നെ വേറെയും ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ കമ്പോസേഴ്സായ ബീത്തോവൻ്റെയും ചായ്ക്കോസ്കി, മൊസാർട്ട്, പഗനീനി, ബാഖ് എന്നിവരുടെയൊക്കെ പീസസ് എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട്, കൺസേർട്ടിനൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അവസരം കിട്ടി. ഇതിനൊക്കെ എന്നെ പഠിപ്പിച്ചതിനും എനിക്ക് അനുഗ്രഹം തന്നതിനും എൻ്റെ ഗുരുക്കന്മാരായ ഫിലിപ്പ് ഫെർണാണ്ടസ് മാസ്റ്ററിനോടും തോമസ് ചക്കലമറ്റത്ത് അച്ഛനോടും കരോൾ ജോത് സാറിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു.
മാർട്ടിനയ്ക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. കൂടെ അനേകരുടെ സഹായവും, പഠിപ്പിക്കാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട സമയം, ആരും ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പം ഓരോ ആവശ്യങ്ങൾക്കും തമ്പുരാനായിട്ട് ഓരോ ആൾക്കാരെ തന്നിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ മാർട്ടിനയ്ക്ക് നല്ലൊരു വയലിൻ ആവശ്യമായിരുന്നു. ആദ്യം പഠിക്കുന്ന സമയത്ത് ഒരു 5th ഗ്രേഡൊക്കെ ആയപ്പം മാനന്തവാടി രൂപതയിലെ പോൾ ഇടയക്കൊണ്ടാട്ടം എന്ന് പറഞ്ഞ അച്ഛനൊരു ജർമ്മൻ വയലിൻ മാർട്ടിനയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അച്ഛന് എന്ത് കഴിവും വളർത്തുന്ന ഒരച്ഛനാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ചാൾസേ, എൻ്റെ അടുത്തൊരു ജർമ്മൻ വയലിനുണ്ട്, മോൾക്ക് പഠിക്കാനല്ലേ, ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അത് തന്ന് സഹായിച്ചു. അതുപോലെ തന്നെ മാർട്ടിനയ്ക്ക് 9 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആ ജർമ്മൻ വയലിൻ കൊടുക്കുന്നത്. അപ്പോൾ മാർട്ടിന 5th ഗ്രേഡ് കഴിഞ്ഞിരുന്നു. പിന്നെ അടുത്ത ഗ്രേഡ് 6th ഗ്രേഡ് കഴിഞ്ഞപ്പോൾ മുതൽ തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാദമി ഡയറക്ടർ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് CMI അച്ഛൻ എപ്പോഴും വിളിക്കലുണ്ട്. ഒന്നാമത് ഈ എക്സാമിനെല്ലാം അക്കമിന് ചെയ്തിരുന്ന അച്ഛൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ 6th ഗ്രേഡ് ആയപ്പോൾ തലശ്ശേരി വരികയും കുഞ്ഞാടെ വായന കേൾക്കുകയും കഴിവിനെ വളർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു സഹായം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അച്ഛൻ അങ്ങനെ തൃശ്ശൂരേക്ക് നമ്മളെ പഠനത്തിനായിട്ട് ക്ഷണിച്ചു. ഇതെല്ലാം തമ്പുരാൻ ഒരുക്കിയ ഒരു വഴികളാണ്. അത് കഴിഞ്ഞ് കൂടുതൽ ഗ്രേഡ് വന്നപ്പം അച്ഛൻ തന്നെ അച്ഛൻ്റെ കയ്യിലുള്ളൊരു വയലിൻ തന്നു. വയലിൻ തന്നാണ്, ആ വയലിൻ കൊണ്ടാണ് ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ എക്സാമൊക്കെ ചെയ്തതും വായിച്ചതും ഒക്കെ. പിന്നെ കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യേണ്ട വന്നപ്പം നമുക്കും അതിന് ഇലക്ട്രിക് വയലിൻ അങ്ങനത്തെ ആവശ്യങ്ങൾ വന്നപ്പോൾ ഷൈനിയുടെ അമ്മാവൻ്റെ മോന് സംഗീതം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു, ചാൾസേ, ഞാനൊരു വയലിൻ വാങ്ങിച്ചു തരാം. അത് ഏറ്റവും നല്ല വയലിൻ തന്നെ, ഇലക്ട്രിക് വയലിലെ ഏറ്റവും നല്ല വയലിൻ, ഏറ്റവും നല്ല പ്രൊസസ്സർ. അങ്ങനെ സംഗീതം വാങ്ങിച്ചു തന്നു. അങ്ങനെ പല ആൾക്കാരിലൂടെ നമുക്ക് സഹായങ്ങൾ, സപ്പോർട്ടുകൾ, ഇതിനൊക്കെ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. തൃശ്ശൂരപുരയിലെ വിയൂരിടവക അംഗമായിരിക്കുന്ന കല്ലമ്പ്ലാക്കിൽ ചാൾസ് ഷൈനി ദമ്പതികളുടെ ഏകമകൾ മാർട്ടിന തന്റെ ജീവിതത്തിൽ നേടിയിരിക്കുന്ന വലിയ അംഗീകാരത്തെ സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടെയും പങ്കുവയ്ക്കുകയാണ്. ഫെലോഷിപ്പ് ഓഫ് ട്രിനിറ്റി കോളേജ് ലണ്ടൻ സ്വന്തമാക്കി നേട്ടം കരസ്ഥമാക്കി എന്നുള്ളത് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ ഒരു നേട്ടം കരസ്ഥമാക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കേരളത്തിലെ തന്നെ ആദ്യത്തെ വ്യക്തിയുമാണ് മാർട്ടിന. സന്തോഷമുണ്ട്. തൻ്റെ ഈ ജീവിതത്തിലെ നേട്ടങ്ങളോടൊപ്പം തന്നെ നേട്ടങ്ങൾക്ക് മാറ്റിക്കൂട്ടുന്ന മറ്റൊരു പ്രത്യേകതയുള്ളത് തികഞ്ഞ ലാളിത്യവും എളിമയും നിറഞ്ഞ ജീവിതത്തിനുടമയാണ് മാർട്ടിന എന്നുള്ളതാണ്. നക്ഷത്രത്തിൻ്റെതായ ശോഭയോടുകൂടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങളെ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് തുടർന്നും ആ ശോഭ കൂടുതൽ പ്രകാശിതമാക്കുവാൻ
സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാർട്ടിനയുടെ ഈ നേട്ടത്തിന് കൂടെ വലിയ താങ്ങും തണലുമായിരിക്കുന്ന ചാൾസിനെയും ഷൈനിയെയും മറ്റും പ്രത്യേകം അഭിനന്ദിക്കണം. ദൈവം തുടർന്നും ഈ മകളെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ കൂടുതൽ കൂടുതൽ അനുഗ്രഹത്താൽ നിറയ്ക്കട്ടെ. സ്കൂളിലത്തെ ഇത് പഠിക്കാന്ന് പറയാം, ഹോംവർക്സും അതൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ഇപ്പം നമ്മുടെ സ്കൂളിലിരുന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ കിട്ടും. അങ്ങനെ ഒരു സൗഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ ആബ്സെൻ്റ് ആകുന്ന സമയത്ത് മാത്രമേ കുറച്ചും കൂടെ ഇരിക്കേണ്ടി വരുള്ളൂ. പണ്ടൊക്കെ ഇത് സ്കൂളിലത്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമായിരുന്നു. മാത്സൊക്കെ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ വയലിൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അത് അക്കാഡമിക്സ് മൊത്തം എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി. നേരം അപ്പോഴൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ വയലിൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മാത്സ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയി. പിന്നെ കൂടെ പഠിക്കാനും തോന്നി. അങ്ങനെ എൻ്റെ പ്രാക്ടീസ് റൊട്ടീനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി റൊട്ടീൻ എന്ന് വെച്ചാൽ രാവിലെ 5 മണിക്കാണ് സാധാരണ എണീക്കാറ്. പിന്നെ 5:30 തൊട്ട് ഏകദേശം 8 മണി വരെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ സ്കൂളിലോട്ട് പോകാനുള്ളതും പിന്നെ ഭക്ഷണം കഴിക്കുന്നതായി അങ്ങനെ ഒരുങ്ങി പിന്നെ സ്കൂളിലോട്ട് പോയി. പിന്നെ തിരിച്ച് വരുന്നത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ്. 4 മണി വന്നു കഴിഞ്ഞ് ചായ കുടിച്ച് ഫ്രഷപ്പായി പിന്നെ 5 മണി തൊട്ട് 6 മണി വരെ ഏകദേശം പ്രാക്ടീസ് ഒഴിവാക്കി ഈ സ്കൂളത്തെ സംഭവം ചെയ്യും. ഹോംവർക്സൊക്കെ ഉണ്ടാവും. പിന്നെ ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറിച്ച് പഠിക്കും. എന്നിട്ട് 6 മണി മുതൽ 10 മണി വരെയാണ് പിന്നെയും പ്രാക്ടീസ് ചെയ്യാറ്. ഇപ്പം ഞാൻ FTCയിൽ അച്ചീവ് ചെയ്തതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാനിപ്പം എല്ലാ ദിവസവും 6 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും മുടങ്ങാതെ തന്നെ 6 മണിക്കൂർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് പിന്നെയും എൻ്റെ പോലെ തന്നെ FTCയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാനൊക്കെ സാധിക്കും. ഒന്നും അസാധ്യമല്ല. പിന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാറില്ലേ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. സോ പ്രാക്ടീസ് റെഗുലർലി. ഇപ്പോഴാണ് ഞാനൊരു തമാശ ഓർത്തത്. എന്ന് വെച്ചാൽ ഞാനിപ്പം സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഒരു പെർഫോമൻസിന് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ, ഹെയർ ബാൻഡ് കുറച്ചും കൂടെ ബ്രോഡായിരുന്നു. ഇതേപോലെയല്ല, കുറച്ചും കൂടെ വലുപ്പമുണ്ടായിരുന്നു. ആ ഹെയർ ബാൻഡ് അങ്ങോട്ട് ഒരു ലൂസായി താഴോട്ട് കറക്റ്റ് എൻ്റെ കണ്ണ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് വീണു. ഈ വീണ സമയത്ത് ഞാൻ കുറച്ച് സ്പീഡുള്ള സാധനമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് കവറായതുകൊണ്ട് എനിക്ക് ആൾക്കാരൊന്നും കാണത്തില്ല, എനിക്ക് വേറെ ഒന്നും കാണത്തില്ല, അങ്ങനെയായിരുന്നു, കവറായിരുന്നു. പക്ഷേ ഓഡിയൻസ് അത് പോസിറ്റീവായിട്ട് എടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നേരം കറക്റ്റ് എല്ലാവരും നല്ലോണം കൈയടിച്ചപ്പോൾ എനിക്കൊരു ആവേശം കയറി. ഞാൻ
നല്ല ഹാപ്പി ആയിട്ട് അത് മൊത്തം വായിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ മ്യൂസീഷ്യൻസും നമുക്ക് കണ്ണിൽ എന്ത് വന്നാലും നമ്മൾ കണ്ണ് ഇത് തുറന്നു നോക്കിയിട്ടോ അങ്ങനെയല്ല വായിക്കാറ്. കണ്ണ് മൂടി കിട്ടിയാലും എല്ലാവർക്കും വായിക്കാൻ പറ്റും. നമ്മൾ ഫിംഗർ ബോർഡൊന്നും നോക്കിയിട്ടില്ല നമ്മൾ വായിക്കാറൊക്കെ. അന്നേരം അത് ഓഡിയൻസിന് അത് നല്ലൊരു കൗതുകമായി. പക്ഷേ ഇതായിട്ട് സർട്ടിഫിക്കറ്റ് FTCL ഞാൻ ആദ്യമായിട്ട് കാണാണ് ഈ സർട്ടിഫിക്കറ്റ്. കണ്ടാ ഇന്ത്യയിൽ തന്നെ 1-2 ഉണ്ടാവുള്ളൂ. എൻ്റെ അറിവിൽ കേരളത്തിൽ ഇത് പറഞ്ഞുള്ളൂ. ഇത് കാണണമെങ്കിൽ മാർട്ടിൻ്റെ വീട്ടിൽ തന്നെ വരണം. അപ്പോൾ ഒരു 9ാം ക്ലാസ്സുകാർ മാസ്റ്റർ ഡിഗ്രി എടുത്തതുപോലെയാണ് നമ്മൾ വയലിനിൽ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ദൈവാനുഗ്രഹം അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നിലയിൽ എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. ദൈവാനുഗ്രഹം ചോദിച്ചു വാങ്ങുന്ന കുട്ടിയാണ് മാർട്ടീന. എനിവേ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് മാർട്ടീന. സോ പ്രൗഡ് ഓഫ് യു. മാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റാണ്. അത് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാലോ. ഈ ഒരു ലെവലിലെത്തണമെങ്കിൽ അത്രയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും പാഷനും അതിന് ഉപരി മാതാപിതാക്കളുടെ സപ്പോർട്ടും ഇല്ലാതെ പിന്നെ ഓഫ് കോഴ്സ് ദൈവാനുഗ്രഹം ചോദിച്ച് വാങ്ങിക്കുന്നത് കിട്ടും. അതുമില്ലാതെ നമുക്ക് ഈ ഒരു ലെവലിലെത്താൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സന്തോഷത്തിന് വേളയിൽ ഒരു പീസ് വായിക്കാം. നീ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ശരി, ലെറ്റ്സ് ട്രൈ. ഈ ടെമ്പോ പിടിക്കാം. ഓക്കെ, റെഡി?
ഓക്കെ മാർട്ടീന, അപ്പോൾ ഇനിയും ഒത്തിരി വിവരങ്ങളിലെത്തട്ടെ. ദൈവൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മർട്ടീന, ഇവിടെ വായിച്ച വയലിൻ ബിറ്റുണ്ടല്ലോ, അതെല്ലാവർക്കും അറിയണമെന്നില്ല. അത് ബാക്കിൻ്റെ പ്രശസ്തി ആർജിച്ച 10 പട്ടീറ്റകളിൽ ഈ മേജർ പട്ടീറ്റ എന്ന് പറയും. പട്ടീറ്റ അങ്ങനെയാണ് പറയാം. അതിൽ എക്കമ്പനിമെൻ്റ് ഇല്ല. എക്കമ്പനിമെൻറ്റും മെലഡിയും 4 ഫിംഗറിലും അറ്റേ ടൈം കോർത്തിണക്കിക്കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്പോസിഷനാണ്. അത് എന്തുമാത്രം എത്ര ദിവസം പ്രാക്ടീസ് ചെയ്താലാണ് അത് അങ്ങനെ വേദിയിൽ അനായാസം വായിക്കാൻ പറ്റുക എന്നറിയോ? ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്.